അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വാലി. മഹത്തായ ഈദിൻ്റെ ദിനങ്ങളിലാണ് നമ്മളുള്ളത്. ഈദിൻ്റെ ദിനങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. യൗമു അറഫ വ യൗമുൻ നഹർ വ അയ്യാമു തശ്രീഖ്. അറഫ ദിനം, അതുപോലെ അറക്കുന്ന ദിനം, അയ്യാമു തശ്രീഖ്, പിന്നെയുള്ള ദുൽഹജ്ജ് 11, 12, 13. ഇതെല്ലാം ഈദുന, നമ്മുടെ ഈദാണ്. സ്വഹിയായ ഹദീസിൽ വന്നതാണ്. ഇതിനെക്കുറിച്ചൊക്കെ മെൻഷൻ ചെയ്ത് റസൂൽ പറഞ്ഞു, ഈദുന അഹ്ലൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ആളുകളെ ഇതെല്ലാം നമ്മുടെ ഈദാണ്. വഹിയ അയ്യാമു അക്കിലിൻ വ ഷുർബിൻ, അതെല്ലാം തിന്നാനും കുടിക്കാനും വേണ്ടി നിശ്ചയിക്കപ്പെട്ട ദിനങ്ങളാണ്. ആഘോഷിക്കാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തു തന്ന ദിനങ്ങളാണ്. ഈ ആഘോഷത്തെ ബലിപെരുന്നാൾ എന്ന് പൊതുവെ അറിയപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ അള്ളാഹുവിന് വേണ്ടി അറക്കുന്ന മൃഗത്തെ ബലിയായിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഖുർആനിൽ അള്ളാഹു ഇങ്ങോട്ട് നൽകുന്ന ഒരു ഫിദിയയാണ്, അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു സമ്മാനമാണ്, ഒരു ദിബഹാണ് എന്നാണ് ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. ബിദിബിഹിൻ അലീം, മഹത്തായ ഒരു അറവ്, ഒരു ഫീസ്റ്റ് അള്ളാഹു നമുക്ക് ഒരുക്കിയതാണ്. വഫദൈനാഹു ബിദിബിഹിൻ അലീം എന്നാണ് ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിറവേറ്റിയപ്പോൾ അള്ളാഹു പറഞ്ഞു, ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, അതൊരു മുബീനായ പ്ലെയിനായിട്ടുള്ള ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയിൽ അറക്കാൻ കൽപ്പിച്ചതിന് പകരമായിട്ട് വഫദൈനാഹു, പകരമായിട്ട് നൽകുന്നു ബിദിബിഹിൻ അലീം, ഒരു മഹത്തായ ഫീസ്റ്റ് അള്ളാഹു ഒരുക്കുകയാണ്. വതറക്ന അലൈഹി ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാർക്ക് അതൊരു ആഘോഷമായിട്ട് അള്ളാഹു ഉപേക്ഷിക്കുകയും ചെയ്യുകയാണ്, അള്ളാഹു ആക്കി വെക്കുകയും ചെയ്യുകയാണ്. ഇതോടൊപ്പം അള്ളാഹു സൂറ ഹജ്ജിൽ പറഞ്ഞത്, വലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറുസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അന്നാം. അള്ളാഹു നൽകിയ കന്നുകാലികളെ അള്ളാഹുവിൻ്റെ പേരിൽ അറുത്ത് ഭക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ആഘോഷത്തെ എല്ലാ ഉമ്മത്തിനും നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഉമ്മത്തിനും അള്ളാഹു ആഘോഷത്തെ നിശ്ചയിച്ചത്. അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ അറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാംസമോ രക്തമോ ഒന്നും അള്ളാഹുവിൽ എത്തുന്നില്ല. ബലി എന്നത് ദൈവത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒന്നാണ്. അത് ദൈവത്തിന് വേണ്ടി മാത്രമാണ്, അതാർക്കും ഉപയോഗിക്കാനുള്ളതല്ല. പക്ഷേ ഇവിടെയുള്ള അറവ് എന്നത് അള്ളാഹു ഇങ്ങോട്ട് തരുന്നതാണ്. അതിനെ അറുത്തോളൂ, എൻ്റെ പേരിൽ നിങ്ങൾ അറുത്ത് ഭക്ഷിച്ചോളൂ. എന്നും അള്ളാഹുവാണ് ഭക്ഷണം നൽകുന്നത്, എന്നും അള്ളാഹുവിൻ്റെ പേരിലാണ് അറവ് നടത്തുന്നത്. അറക്കപ്പെടുന്ന മൃഗത്തെ തസ്ഖീർ ചെയ്ത് തന്നിരിക്കുന്നത്, നമുക്ക് വിധേയപ്പെടുത്തി തന്നിരിക്കുന്നത് അള്ളാഹുവാണ്. ഇക്കാര്യമൊക്കെ അള്ളാഹു പറയുന്നുണ്ട്. കദാലിക സഖർനാഹാ ലക്കും ലഅല്ലക്കും തഷ്കുറൂൻ, നന്ദിയുള്ളവരാകാൻ വേണ്ടി അള്ളാഹു തസ്ഖീർ ചെയ്ത് തന്നതാണ് ഈ മൃഗങ്ങളെല്ലാം. എന്നും അള്ളാഹുവിൻ്റെ പേരിലാണ് അറക്കേണ്ടത്. എന്നും റിസ്ക് അള്ളാഹു നൽകുന്നതാണെങ്കിലും ഒരു പ്രത്യേക ദിവസം അള്ളാഹുവിൻ്റെ ഫീസ്റ്റായിട്ട് അള്ളാഹു നമ്മളോട് ആഘോഷിക്കാൻ പറയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, വഹിയ അയ്യാമു അക്കിലിൻ വഷുർബ്, ഇത് തിന്നാനും കുടിക്കാനുമുള്ള ദിനങ്ങളാണ്. ഏറ്റവും മഹത്തായ ദിനമെന്ന് യൗമുൻ നഹറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഫളീലത്തുള്ള ദിവസം, ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫളീലത്തുള്ളത് യൗമുൻ നഹറിനാണ്, അറക്കുന്ന ദിവസത്തിനാണ്. നെഹർ എന്നത് ദബ്ഹ് പോലെ തന്നെ അറവാണ്. പക്ഷെ അത് തമ്മിലുള്ള വ്യത്യാസം, പ്രത്യേകമാക്കപ്പെട്ട മൃഗത്തെ ഒരു പ്രത്യേക രീതിയിൽ അറക്കുന്നു. അത് അങ്ങനെ ഒരു പ്രത്യേകമായ അറവാണ് നെഹർ. അതിനെ ഉളുഹിയ എന്ന് പറയുന്നത് ലുഹാ സമയത്ത് അറക്കുന്നത് കൊണ്ടാണ്. സൂര്യൻ ഉദിച്ച് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയമെങ്കിലും കഴിഞ്ഞിട്ടാണ് ഈ അറവ് സഹിയാകുന്നത്. അതുകൊണ്ട് ആ സമയത്ത് അറക്കുന്നതിനെയാണ് ഉളുഹിയ എന്ന് പറയുന്നത്. ഈ വാക്കുകളിലൊന്നും, ദബ്ഹ്, നെഹർ, ഉളുഹിയ, ഇതിലൊന്നും ബലി എന്ന ഒരാശയമല്ല ഉള്ളത്. സാധാരണ രീതിയിൽ നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പേരിൽ അറക്കുക എന്നത് മാത്രമാണ്. അത് അള്ളാഹു ഇങ്ങോട്ട് തരുന്നതാണ്, അള്ളാഹുവിന് വേണ്ടി അങ്ങോട്ട് സമർപ്പിക്കുകയല്ല. അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് എനിക്ക് റിസ്ക് നൽകാൻ കഴിയില്ല, ഞാനാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്. ഈ ഒരു ഈമാനാണ് ഈ അറവിലൂടെ അള്ളാഹു നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. നാമാണ് എപ്പോഴും നിങ്ങൾക്ക് തരുന്നത്, മൃഗത്തെ തസ്ഖീർ ചെയ്ത് തന്നിരിക്കുന്ന നാമാണ്. ഇതെൻ്റെ വകയുള്ള ഫീസ്റ്റാണ്. അപ്പോൾ അള്ളാഹു പ്രത്യേകം ഒരുക്കിയത് കൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, വഹിയ അയ്യാമു അക്കിലിൻ വഷുർബ്, ഇത് നമുക്ക് തിന്നാനും കുടിക്കാനുമുള്ള ദിനങ്ങളാണ്. ഈ ദിനങ്ങളെല്ലാം യൗമു അറഫ അതിൽപ്പെട്ടു, നെഹർ പെട്ടു, അയ്യാമു തശ്രീഖ് 3 ദിവസങ്ങൾ പെട്ടു. ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. ഈ ആഘോഷ ദിവസങ്ങളിൽ അറവും ഭക്ഷണ വിതരണവും, ഭക്ഷണം പാകം ചെയ്ത് കഴിക്കലും, അതോടൊപ്പം കൂടുതൽ ദിക്റുകളും ദുആകളും വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൂടുതൽ തേടേണ്ടതാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും പെരുന്നാൾ ആശംസിച്ചുകൊണ്ട് വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.